നമ്മൾ ഒരു വീട് ആണെങ്കിൽ ഈ വീടിന് ഒരു വാതിലുണ്ട്. ആ വാതിലിൽ 2 പേര് നിൽപ്പുണ്ട് അകത്തേക്ക് കയറുവാൻ. എപ്പോൾ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുമോ അപ്പോൾ അകത്തേക്ക് കയറി വരുവാൻ വെയിറ്റ് ചെയ്ത് 2 പേര് നിൽപ്പുണ്ട്. ആരൊക്കെയാണ്? ഒന്നാമത്തെ ആളാണ് പാപം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, നീ നന്മ ചെയ്യുന്നു എങ്കിൽ നീയും സ്വീകാര്യനാവുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. പാപം വാതിൽക്കൽ കിടക്കുകയാണ്. പാപത്തിൻ്റെ ആഗ്രഹം നമ്മളോടാണ്. നമ്മളെ പാപം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പാപത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ ഉള്ളിൽ വസിക്കണം എന്നുള്ളതാണ് പാപത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പാപത്തെ ഡോർ തുറന്ന് അകത്തേക്ക് കയറ്റാതെ നമ്മൾ ആ പാപത്തെ കീഴടക്കുന്നവരായിരിക്കണം. പാപത്തെ നമ്മൾ അറ്റാക്ക് ചെയ്യണം, അങ്ങോട്ട് ആക്രമിച്ച് നമ്മൾ കീഴടക്കണം. പലപ്പോഴും പാപമാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ പാപത്തിന് നമ്മളെ കൺട്രോൾ ചെയ്യുവാൻ നമ്മൾ അവസരം കൊടുക്കരുത്. നമ്മൾ പാപത്തെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണം. അറ്റാക്ക് ചെയ്യാൻ, അങ്ങോട്ട് ആക്രമിക്കാൻ, പാപത്തെ കീഴടക്കുവാൻ നമുക്കുള്ള ഒരേ ഒരു കാര്യമാണ് ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ വചനവും. അങ്ങനെ മാത്രമേ പാപത്തെ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. രണ്ടാമതായി, വാതിൽക്കൽ മറ്റൊരാൾ കൂടെ നിൽപ്പുണ്ട്, കർത്താവ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ തുറന്നു കൊടുത്താൽ, ഈ ഡോർ തുറന്നു കൊടുത്താൽ കർത്താവ് വന്ന് നമ്മുടെ കൂടെ വസിക്കുകയും നമ്മുടെ കൂടെ അത്താഴം കഴിക്കുകയും ചെയ്യും. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മൾ ആർക്ക് വാതിൽ തുറന്നു കൊടുക്കും? ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് നമുക്ക് നീങ്ങാം. എന്നാൽ പ്രിയമുള്ള ദൈവപൈതലെ, പാപത്തിന് വാതിൽ തുറന്നു കൊടുക്കാതെ പാപത്തിൻ്റെ ചിന്തകൾ നമ്മളെ ഭരിക്കുവാനായിട്ട് വരുമ്പോൾ ദൈവവചനത്താൽ പാപത്തിൻ്റെ മേൽ ജയം പ്രാപിക്കുവാനും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മക്കളായി ജീവിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ചോയ്സ് നമ്മുടെയാണ്, തീരുമാനം നമ്മുടേതാണ്. നമ്മൾ ആർക്ക് വാതിൽ തുറന്നു കൊടുക്കും എന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാം, യേശുവിനായി വാതിൽ തുറക്കാം, യേശുവിൽ വസിക്കാം. ഗോഡ് ബ്ലെസ് യു.